സുഹൃത്തുക്കളെ, ആധുനിക യുദ്ധഭൂമിയിൽ ഏറ്റവും വലിയ ഭീഷണി എന്താണ്? റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും. ശത്രുവിൻ്റെ ഈ അദൃശ്യ ആയുധങ്ങളെ തകർക്കാനായിട്ട് കോടികൾ വിലയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ വെറും തുച്ഛമായ ചെലവിൽ ഇതിനൊരു പരിഹാരം ഇന്ത്യ കണ്ടെത്തിയാലോ? പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും പുതിയതും എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്തതുമായ ഒരു വൻ നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ IIT ഡൽഹിയും DRDOയും ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പും ചേർന്ന് തദ്ദേശീയമായിട്ടൊരു ടാക്റ്റിക്കൽ എയ്റോ സിസ്റ്റം വികസിപ്പിച്ചിരിക്കുന്നു. ഉപഗ്രഹങ്ങൾക്കും ആധുനിക വിമാനങ്ങൾക്കും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് 20 കിലോമീറ്റർ ഉയരത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ഈ ബലൂൺ റഡാറിന് കഴിയും. സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും തിരിച്ചറിയാൻ കൽപ്പുള്ള ഈ സാങ്കേതികവിദ്യ എന്താണ്? ഇത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സുരക്ഷയെ എങ്ങനെ മാറ്റി എഴുതും? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ലളിതമായിട്ട് പറഞ്ഞാൽ, അന്തരീക്ഷത്തെക്കാൾ ഭാരം കുറഞ്ഞ വാതകങ്ങൾ, ഹീലിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ നിറച്ച് നിലത്ത് നിന്നും ശക്തമായ കേബിളുകളാൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന വലിയ ബലൂണുകളാണ് എയറോസ്റ്റാറ്റുകൾ. ഇവയിൽ അത്യാധുനിക റഡാറുകൾ, തെർമൽ ക്യാമറകൾ, സെൻസറുകൾ എന്നിവ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇന്ത്യ ഈ രംഗത്ത് ആദ്യമായല്ല പരീക്ഷണം നടത്തുന്നത്. ഏകദേശം 2010 DRDO ആകാശ് ദ്വീപ് എന്നൊരു എയറോസ്റ്റാറ്റ് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് 1 കിലോമീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ ശേഷിയുള്ളതായിരുന്നു. പിന്നീട് ഇതിൻ്റെ പരിഷ്കരിച്ച പതിപ്പായ നക്ഷത്ര പുറത്തിറങ്ങി. 300 കിലോഗ്രാം വരെയുള്ള സെൻസറുകൾ വഹിച്ച് 14 ദിവസത്തോളം വായുവിൽ നിൽക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 1 കിലോമീറ്ററോ 15,000 അടിയോ ഒന്നും ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വളരെ ചെറിയൊരു ഉയരമാണ്. എന്നാൽ ഇപ്പോൾ IIT ഡൽഹിയും DRDOയും ചേർന്ന് വികസിപ്പിച്ച പുതിയ ടാക്റ്റിക്കൽ എയറോസ്റ്റാറ്റ് വൻ റെക്കോർഡാണ് കുറിച്ചിരിക്കുന്നത്. ഇതിനെ പരമാവധി 20 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇതൊരു സാധാരണ നേട്ടമല്ല. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അതിരുകളിലേക്ക് ഒരു എയറോസ്റ്റാറ്റിനെ എത്തിക്കുക എന്നത് ലോകത്തിലെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കാഴ്ചയിൽ ഇതൊരു വലിയ ബലൂൺ മാത്രമാണെന്ന് തോന്നാമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലെ എൻജിനീയറിംഗ് അതിസങ്കീർണമാണ്. എന്തുകൊണ്ടാണ് 20 കിലോമീറ്റർ ഉയരം വലിയൊരു വെല്ലുവിളിയാകുന്നത്? ആദ്യത്തെ പ്രശ്നം മർദ്ദവ്യത്യാസം. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ഇതിനാൽ ബലൂണിനുള്ളിലെ വാതകം വികസിക്കുകയും ബലൂൺ പൊട്ടിപ്പോകാൻ സാധ്യതയേറുകയും ചെയ്യും. ഇത് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേക മെറ്റീരിയൽ സാങ്കേതികവിദ്യ ആവശ്യമാണ്. രണ്ടാമത്തെ വെല്ലുവിളിയാണ് അതികഠിനമായ കാലാവസ്ഥ. ഉയർന്ന സ്ട്രാറ്റോസ്ഫിയറിൽ അതിശക്തമായ അൾട്രാവയലറ്റ് രശ്മികൾ ഉണ്ടാവും. ഇതുകൂടാതെ താപനില 0-ന് താഴെ ഒട്ടനവധി ഡിഗ്രികളിലേക്ക് കൂപ്പുകുത്തും. ഈ കൊടുംതണുപ്പിനെയും UV റേഡിയേഷനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേക തദ്ദേശീയ തുണിത്തരമാണ് ഇന്ത്യ ഇവിടെ വികസിപ്പിച്ചെടുത്തത്. മൂന്നാമത്തെ വെല്ലുവിളിയാണ് കേബിൾ സാങ്കേതികവിദ്യ. ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കേബിൾ വെറുമൊരു കയറല്ല, ശക്തമായ കാറ്റിൽ ബലൂൺ പറന്നു പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു ആങ്കറായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം മുകളിലെ സെൻസറുകളിൽ നിന്നുള്ള ഭീമമായ ഡേറ്റ തത്സമയം താഴെയുള്ള കൺട്രോൾ റൂമിലേക്ക് എത്തിക്കുന്ന ഫൈബർ ഓപ്റ്റിക് ലൈനായിട്ടും അതുപോലെ മുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പവർ കേബിളായിട്ടും ഇത് പ്രവർത്തിക്കണം. നാലാമത്തേതാണ് സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി. 20 കിലോമീറ്റർ മുകളിലെ ശക്തമായ കാറ്റിലും റഡാറുകളും ക്യാമറകളും കൃത്യമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എയറോസ്റ്റാറ്റ് ഒട്ടും ആടി ഉലയാതെ നിൽക്കണം. ഈ എൻജിനീയറിംഗ് വെല്ലുവിളികളെല്ലാം അതിജീവിച്ചാണ് ഇന്ത്യ ഈ തദ്ദേശീയ വിജയം സ്വന്തമാക്കിയത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഒരു ബലൂണിന് എങ്ങനെയാണ് കോടികൾ വിലയുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്നത്? ഇവിടെയാണ് മൾട്ടി സെൻസർ ഇൻ്റഗ്രേഷൻ കടന്നു വരുന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഡാർ തരംഗങ്ങളെ തിരിച്ചയക്കാത്ത വിധത്തിലാണ്. അതുകൊണ്ട് സാധാരണ ഗ്രൗണ്ട് റഡാറുകൾക്ക് അവയെ കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ എത്ര വലിയ സ്റ്റെൽത്ത് വിമാനമായാലും അതിന് അന്തരീക്ഷത്തിലൂടെ പറക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ എൻജിനീയറിംഗ് വേണം. അവ വലിയ തോതിൽ ചൂട് പുറത്തുവിടും. ഇന്ത്യയുടെ പുതിയ ഉയർന്ന എയറോസ്റ്റാറ്റുകളിൽ റഡാറുകൾക്ക് പുറമെ IRST എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സെൻസറുകൾ ഘടിപ്പിക്കാനായിട്ട് കഴിയും. 20 കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയിലെ മലനിരകളോ കെട്ടിടങ്ങളോ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ ഇതിനെ ബാധിക്കില്ല. ഈ ഉയരത്തിൽ നിന്നും ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രു വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും ചൂട് എളുപ്പത്തിൽ തിരിച്ചറിയാനും അവയുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാനും സാധിക്കും.
ഇതുകൂടാതെ ഇതിനെ ഒരു ഡേറ്റ ലിങ്ക് റിലേ പോയിന്റ് ആയിട്ടോ ശത്രുവിൻ്റെ ആശയവിനിമയം തടസ്സപ്പെടുത്താനുള്ള ജാമിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ പ്ലാറ്റ്ഫോമായിട്ടോ ഉപയോഗിക്കാം. വ്യോമനിരീക്ഷണത്തിന് സാധാരണയായിട്ട് നമ്മൾ അവാക്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് ചില പരിമിതികളുണ്ട്. ഒരു അവാക്സ് വിമാനം അന്തരീക്ഷത്തിൽ പരമാവധി 8 മുതൽ 12 മണിക്കൂർ വരെ മാത്രമേ തുടർച്ചയായിട്ട് പറത്താൻ കഴിയുള്ളൂ. അതിനുശേഷം ഇന്ധനം നിറയ്ക്കാനും ജീവനക്കാരുടെ മാറ്റത്തിനുമൊക്കെയായിട്ട് അവ താഴെ ഇറക്കേണ്ടതായിട്ടും വരും. ഇതിൻ്റെ ഇന്ധന ചെലവും അറ്റകുറ്റപ്പണികളും കോടികളാണ്. എന്നാൽ എയറോസ്റ്റാറ്റുകൾക്ക് തുടർച്ചയായിട്ട് 15 മുതൽ 20 ദിവസങ്ങൾ വരെ യാതൊരു ഇന്ധനവുമില്ലാതെ ആകാശത്ത് നിലയുറപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന് പൈലറ്റുമാരുടെ ആവശ്യമില്ല. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിൽ നിന്നും ഇറക്കുമതി ചെയ്ത എൽട്ട ELM 2083 എയറോസ്റ്റാറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഏകദേശം 500 കിലോമീറ്റർ വരെ നിരീക്ഷണ പരിധിയുണ്ട്. എന്നാൽ ഇവയുടെ വില വളരെ കൂടുതലാണ്. ഒരെണ്ണത്തിന് ഏകദേശം 350 കോടി രൂപയോളം വരും. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച പുതിയ ടാക്ടിക്കൽ എയറോസ്റ്റാറ്റിൻ്റെ ചെലവ് വെറും 20 കോടി രൂപ മാത്രമാണ്. അതായത് ഇസ്രായേലിൽ നിന്നും ഒരെണ്ണം വാങ്ങുന്ന ചെലവിൽ ഇന്ത്യക്ക് 10ലധികം തദ്ദേശീയ ടാക്ടിക്കൽ എയറോസ്റ്റാറ്റുകൾ നിർമ്മിച്ച് അതിർത്തിയിലുടനീളം വിന്യസിക്കാനായിട്ട് സാധിക്കും. വലിയ എയറോസ്റ്റാറ്റുകൾ നിർമ്മിച്ചാൽ പോലും ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പകുതി ചെലവേ വരുള്ളൂ. തന്ത്രപരമായിട്ട് നോക്കിയാൽ ഇന്ത്യ ഒരു ഡിഫൻസീവ് പോച്ചർ മാത്രമാണ് സാധാരണ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചലനം പോലും മുൻകൂട്ടി അറിയുക എന്നത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ വരാനിരിക്കുന്ന സംയോജിത എയർ ഡിഫൻസ് സംവിധാനമായ മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി ഈ എയറോസ്റ്റാറ്റുകൾ മാറും. അതിർത്തിയിലുടനീളം ഇത്തരം ചെറിയ ടാക്ടിക്കൽ എയറോസ്റ്റാറ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ശക്തമായ ഒരു നിരീക്ഷണ വലയം തീർക്കാൻ സാധിക്കും. ഭാവിയിൽ HAPS അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന സോളാർ ഡ്രോണുകൾ, സാറ്റലൈറ്റുകൾ, ഡ്രോണുകൾ എന്നിവയോടൊപ്പം ഈ എയറോസ്റ്റാറ്റുകളും ചേരുന്നതോടെ ശത്രു വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് ഒളിച്ചു കടക്കുക അസാധ്യമായിട്ട് മാറും. ഈ എയറോസ്റ്റാറ്റുകൾക്ക് ഒരു സുഖോയ് വിമാനത്തിൻ്റെയോ റഫാൽ വിമാനത്തിൻ്റെയോ അത്രയും ഗ്ലാമറൊന്നും കാണില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളും ഉണ്ടാകാറില്ല. എന്നാൽ ആധുനിക യുദ്ധരംഗത്ത് ഏറ്റവും വലിയ സൈലന്റ് ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്ന തുച്ഛമായ ചെലവിലുള്ള ഒരു ഇന്ത്യൻ പ്രതിരോധ വിപ്ലവമാണ് ഇത്. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത്. ഈ തദ്ദേശീയ എയറോസ്റ്റാറ്റ് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാൻ സുഹൃത്തുക്കളെ നല്ലൊരു വീഡിയോയുമായിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.